ലോകത്തിലെ ഏറ്റവും ലോൺലിയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്, ഏറ്റവും ഏകാന്തമായ സ്ഥലം ഏതാണ്? ദ മോസ്റ്റ് ലോൺലിയസ്റ്റ് പ്ലേസ് ഓൺ ദ പ്ലാനറ്റ് ഏതാണ്? നെമോ പോയിൻ്റ് എന്നറിയപ്പെടുന്ന ഇടമാണത്. അത് പസഫിക് ഓഷനിലെ ഒരിടമാണ്. 2688 കിലോമീറ്റർ ദൂരത്താണ് ഇനി കരയുള്ളത്. അത്രയ്ക്ക് ഏകാന്തമായൊരു സ്ഥലം. ആ സ്ഥലത്തെ വിളിച്ചിരിക്കുന്ന പേരാണ് നെമോ പോയിൻ്റ്. ഇനി നെമോ അത് ലത്തീൻ പദമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നോ ബഡി എന്നാണ്. ഇത് നിങ്ങളൊന്ന് ധ്യാനപൂർവം മനസ്സിലേക്ക് എടുക്കുക. ചില നേരങ്ങളിൽ മനുഷ്യർ നോ ബഡിയായി മാറിപ്പോവും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പെട്ടെന്ന് നിങ്ങളൊന്നും അല്ലാതായി മാറി. എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തി, ഓക്കെ, ഒറ്റപ്പെടുത്തി, ഓക്കെ. പക്ഷെ അതിന് ശേഷം നിങ്ങൾ ഒരു ബിഗ് സീറോ ആയിപ്പോയി. ആ സങ്കടമാണ് നിങ്ങൾ പിന്നെ ജീവിതകാലം മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കുക. അപ്പോൾ ആരും ബിഗ് സീറോയായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങ് നോബഡിയായി മാറുന്ന അവസ്ഥകൾ വരും. ആ അവസ്ഥകളെ നമ്മളെങ്ങനെ നേരിടും? മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കപ്പെടുന്ന നിമിഷങ്ങളിൽ നമ്മളെങ്ങനെ അതിനെ നേരിടും? നമുക്കതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഇന്ന്. എങ്ങനെയാണ് നമ്മൾ വല്ലാതെ കൊച്ചാക്കപ്പെടുന്നത്? ഒന്ന്, നമ്മുടെ കൂടെയുള്ളവർ നമ്മെ അവഗണിക്കുമ്പോൾ. അവഗണന നിസ്സാര കാര്യമൊന്നുമല്ല. ഒരാളെ കൊല്ലാൻ നമുക്കുപയോഗിക്കാവുന്ന ഏറ്റവും വില കുറഞ്ഞ വിഷത്തിൻ്റെ പേരാണ് അവഗണന. ഞാനത് ആവർത്തിക്കുകയാണ്. ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും വില കുറഞ്ഞ വിഷത്തിൻ്റെ പേരാണ് അവഗണന. മനഃശാസ്ത്രം പറയുന്നുണ്ട്, ഒരാളെ സ്ഥിരമായിട്ട് അവഗണിക്കുക. നിങ്ങൾ കൂട്ടം ചേർന്ന് ചിരിക്കുന്നു, തമാശകൾ പറയുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീസിയേഷൻ നടത്തുന്നു. ഒരാളെ നിങ്ങൾ അവഗണിക്കുകയാണ്. പതുക്കെ പതുക്കെ കോൺഫിഡൻസ് കുറഞ്ഞ്, സെൽഫ് വർത്തിനെ കുറിച്ചുള്ള ബോധം കുറഞ്ഞ്, സെൽഫ് ഇമേജിനെക്കുറിച്ചുള്ള ധാരണ കുറഞ്ഞ് അയാളൊരു ബിഗ് സീറോയായി മാറാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഒരാളെ പൂർണ്ണമായിട്ട് നോൺ എക്സിസ്റ്റൻ്റ് ആണ് എന്ന മട്ടിൽ പെരുമാറുകയാണെങ്കിൽ അയാൾ നോൺ എക്സിസ്റ്റൻ്റ് തന്നെയായി മാറും. അയാൾ പിന്നെ അവിടെ ഇല്ല. അയാൾക്കെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ വരും. വളരെ ക്രൂരമായിട്ട് നമുക്ക് ആളുകളെ അങ്ങനെ കൊല്ലാൻ സാധിക്കും. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ധാരാളം പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട് നിരാശ കൊണ്ട് മരിച്ചവരുണ്ട് അവിടെ. കാരണം സംബഡി ആയിരുന്ന അവർ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ നോബഡിയായി മാറി. പതുക്കെ അവർ ബോഡിയായിപ്പോയി. അത് സംഭവിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്കെല്ലാം ഉണ്ടായിരുന്നിരിക്കാം. പെട്ടെന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളോട് ഒരു കരുണയും കാണിക്കുന്നില്ല, സ്നേഹം കാണിക്കുന്നില്ല. അങ്ങനെയാണ് ആളുകളൊക്കെ ഇഞ്ചിഞ്ചായിട്ട് മരണത്തിൻ്റെ പാതയിലേക്ക് വീഴുക. വൃദ്ധമന്ദിരത്തിൽ സന്ദർശനത്തിന് ചെന്നപ്പോൾ പണ്ടത്തെ വലിയ പ്രമുഖ താരമായി തിളങ്ങി നിന്നിരുന്ന ഒരു സ്ത്രീ, അവർ പറയുന്നു, പണ്ട് തിളങ്ങി നിന്നപ്പോൾ ആ വെട്ടം തൊട്ടെടുക്കാൻ എത്ര പേരെ കൂടെ നിന്നിരുന്നത്? വെട്ടമൊക്കെ പോയി, ഇരുട്ടായി, ഒറ്റാളും കൂടിയില്ല. ഇത് മനുഷ്യരുടെ അവസ്ഥയാണ്. വെട്ടമുള്ളപ്പോൾ വെട്ടം തൊട്ടെടുക്കാൻ ആളുകൾ കടിപിടി കൂടും. എന്നാൽ വെട്ടം കെട്ടപ്പോഴോ ഇരുട്ട് തൊട്ടെടുക്കാൻ ആരുമില്ല. അവഗണന വരുമ്പോൾ ഉള്ള വെട്ടം കൂടി ഇല്ലാതെ പോകും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോകാറുണ്ട്. അവഗണന, കടുത്ത അവഗണന വരുമ്പോൾ ആളുകൾ സ്വയം ഇല്ലാതായി പോകും. ഭർത്താവ് നിരന്തരമായിട്ട് ഭാര്യയെ അവഗണിക്കുകയാണ്. അവളോട് ഉണ്ട് എന്ന ഒരു ധാരണ പോലും ഇല്ലാത്ത മറ്റൊരു അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം അയാൾ ഉറക്കമുണരുമ്പോൾ ഭാര്യ ഒരു വലിയ കാർഡുമായിട്ട് നിൽക്കുന്നു. അതിലെഴുതിയിരിക്കുന്നു, ഐ എക്സിസ്റ്റ്, ഞാനുണ്ട്. ചില വീടുകളിൽ ഐ എക്സിസ്റ്റ് എന്ന് എഴുതി കാണിക്കേണ്ടി വരും. അത്രയ്ക്ക് കടുത്ത അവഗണനയാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വല്ലാതെ അവഗണിച്ച ആളുകളെ നിങ്ങളിപ്പോഴും വെറുക്കുന്നുണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ
നിങ്ങൾക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരുന്നുണ്ടാകാം. ഇനി ക്ലാസ് റൂമിൽ നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്തിയ, നിങ്ങളെ വല്ലാതെ ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ ജീവിക്കുന്നില്ല എന്ന മട്ടിൽ കരുതിപ്പോന്ന ചില ടീച്ചേഴ്സിന് നിങ്ങൾക്ക് അങ്ങേറ്റം വെറുപ്പായിരുന്നു. അവരുടെ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഏറ്റവും ബെസ്റ്റെന്ന് അവർ കരുതുന്ന ആളുകളെ മാത്രം ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസാണ്. സത്യമല്ലേ? ഒരു IAS പാസ്സായ പയ്യൻ അവൻ്റെ പഴയ കാല ടീച്ചറെ, അതായത് ഗ്രാമപള്ളിക്കൂടത്തിലെ ടീച്ചറെ തേടി ചെന്നു. അവൻ്റെ കയ്യിൽ വളരെ വിലമതിക്കാനാവാത്തൊരു സമ്മാനം ഉണ്ടായിരുന്നു. ആ സമ്മാനവുമായിട്ടാണ് അവൻ ടീച്ചറെ തേടി ചെന്നത്. ടീച്ചർ ഇപ്പോൾ വാർദ്ധക്യത്തിലാണ്. കണ്ണെന്നും കണ്ടുകൂടാ, കാത് കേട്ടുകൂടാ. പക്ഷെ പണ്ടത്തെ അതേ ഹൃദയഭാവം, സ്നേഹഭാവം. ഈ പഴയ സ്റ്റുഡൻറ്റ് ടീച്ചറിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ IAS ഒക്കെ പാസ്സായി, എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത് ടീച്ചറാണ്. ടീച്ചറിന് തരാൻ ഒരു സമ്മാനമുണ്ട്, ഒരു പൊതി. അത് ടീച്ചറുടെ കുഞ്ഞുമക്കൾ തുറന്നു നോക്കി. അകത്ത് നിറം മങ്ങി തുടങ്ങിയ ഒരു സോപ്പ് പെട്ടിയാണ്. അവരിങ്ങനെ അമ്പരപ്പോടുകൂടി, ഇതെന്താ സോപ്പ് പെട്ടി സമ്മാനിച്ചിരിക്കുന്നത്, പഴയത്, നിറം മങ്ങിയത്? ഇയാൾ പറയുന്നു, പണ്ട് ഒന്നുമില്ലാത്തവനായിരുന്നു ഞാൻ. പക്ഷേ ഏതോ ഒരു നിസ്സാര നേട്ടത്തിന് ഏറ്റവും മുന്നിലേക്ക് എന്നെ കൊണ്ടുവന്ന് എല്ലാവരെ കൊണ്ടും കൈകൊട്ടിപ്പിച്ച് ടീച്ചർ എന്നെ അഭിനന്ദിച്ചു. അത്രയും നാൾ അവഗണന മാത്രം രുചിച്ചിരുന്ന ഞാൻ എല്ലാവരുടെ മുമ്പിൽ പ്രശംസ ഏറ്റുവാങ്ങി ടീച്ചർ മൂലം. അന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ടീച്ചർ എനിക്ക് തന്നതാണ് ഈ സോപ്പ് പെട്ടി. വിലയില്ലായിരിക്കാം, പക്ഷെ ആ സോപ്പ് പെട്ടി എൻ്റെ സ്വപ്നപ്പെട്ടിയായിട്ട് മാറി. ആ സ്വപ്നപ്പെട്ടി ഞാൻ ഇതുവരെ കാത്തു സൂക്ഷിച്ചു. ഇനി മറ്റൊരാൾക്ക് കൈമാറാൻ വേണ്ടി ടീച്ചർക്ക് ഞാൻ തിരികെ നൽകുന്നു. ഇത് സാധാരണ ജീവിതത്തിൻ്റെ നനുത്ത അനുഭവത്തിൻ്റെ ഒരു കുറിപ്പ് മാത്രമാണ്. അവഗണന ഏറ്റുവാങ്ങിയ ആൾ ഒരു പക്ഷേ മരണത്തിൻ്റെ വഴിയിലേക്ക് തന്നെ നീങ്ങിപ്പോയെന്നും വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ക്ലാസ് റൂമിൽ നിന്നും പുറത്താക്കപ്പെട്ട കുട്ടി, ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ സ്കൂളിൽ വെറുതെ ഉലാത്തുമ്പോൾ കണ്ട കാഴ്ചയാണ്. ഒരു കുട്ടി പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എന്തിനാണ് അയാളെ പുറത്താക്കിയത്? അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഹീ ഈസ് നോട്ട് ഫിറ്റ് ടു ബി ഇൻ. അകത്തായിരിക്കാൻ അവന് അർഹതയില്ല. ഹീ ഈസ് നോട്ട് ഫിറ്റ് ടു ബി ഇൻ. അപ്പോൾ ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞു, ഓ, ക്ലാസ്സിൽ ഫിറ്റല്ലാത്തതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ചില ആളുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞു, റഷ്യയിൽ ക്ലാസ്സിൽ ഫിറ്റല്ല എന്ന് പറഞ്ഞ് അധ്യാപകർ പുറത്താക്കിയ ഒരാളുണ്ട്, സ്റ്റാലിൻ എന്നാണ് പേര്. അയാൾ പിന്നെ ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഡിക്റ്റേറ്ററായി മാറി, ഒത്തിരി പേരെ കൊന്നൊടുക്കി. ജർമ്മനിയിൽ ക്ലാസ്സിൽ ഫിറ്റല്ല എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരാളുണ്ട്, ഹിറ്റ്ലർ. അയാൾ പിന്നെ ലോകത്ത് തന്നെ ഫിറ്റല്ലാതായി കണ്ട് ലോകത്തെ മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ കൊതിച്ചു. പിന്നെയും മുസോളിനി എന്നൊരാളുണ്ട്, അയാളും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. എല്ലാവരും അവഗണന കൊണ്ട് അയാൾ പൊതിഞ്ഞു. അവഗണന കൊണ്ട് അവസാനം അയാൾക്ക് വല്ലാത്ത പ്രതികാര ബുദ്ധിയായി. എല്ലാവരെയും കൊന്നൊടുക്കണം, തിന്നൊടുക്കണം എന്ന ആഗ്രഹം വന്നു. അയാളും ഡിക്റ്റേറ്ററായി മാറി. എന്നിട്ട് ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞു, ഇനിയും ഡിക്റ്റേറ്റേഴ്സിനെയും ലോകത്തിന് പേടി സ്വപ്നമാകുന്നവരെയും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഫിറ്റല്ല എന്ന് പറഞ്ഞ് ആളുകളങ്ങ് അവഗണിച്ച് പുറത്താക്കുക. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷനനുസരിച്ച് വളർന്നിട്ടില്ല എന്ന ചിന്ത കൊണ്ട് ചിലരെയൊക്കെ നമ്മൾ അവഗണിക്കാറില്ലേ? അവന് ബുദ്ധി പോരാ, അവൻ അത് പോരാ, ഇത് പോരാ, കഴിവ് പോരാ, പ്രാഗൽഭ്യം പോരാ, അവൻ ബ്ലാക്ക് ഷീപ്പ് അറ്റ് ഹോം. അവനെ അവഗണിക്കുകയാണ്. ആ അവഗണിക്കപ്പെട്ട കുഞ്ഞ് പിന്നീട് കുടുംബത്തിന് അപമാനമായി മാറിയെന്ന് നമ്മൾ പറയുന്നു. അഭിമാനമാക്കി അവനെ മാറ്റാമായിരുന്നു. അവന് കുറച്ച് കൺസിഡറേഷൻ കൊടുത്തിരുന്നെങ്കിൽ. കൊടുക്കാത്തത് കൊണ്ടല്ലേ അവൻ വീട് വിട്ട് തന്നെ പോകുന്നത്. അപ്പൻ മകനോട് പൊട്ടിത്തെറിച്ച് പറയുകയാണ്, നീ എന്താണ് ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തത്? എന്തു പറഞ്ഞാലും നിനക്ക് നിസ്സംഗതയാണ്. ഒരു തരത്തിലും എന്തെങ്കിലും റെസ്പെക്റ്റ് കാണിച്ചുകൂടെ? ഞാൻ നിന്നോട് വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോകുന്നു, തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ നീ വടക്കോട്ട് പോകുന്നു. ഇതിൻ്റെയൊക്കെ പൊരുളെന്താണ്?
ഇവൻ വളരെ കൂളായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളനുസരിക്കാത്തത് നിങ്ങൾ വീട്ടിൽ അപ്പനല്ല, മിലിറ്ററി കമാൻഡറാണ്. ഇനി ആ വീട്ടിലേക്ക് ഞാൻ വരാൻ പോലും ഇഷ്ടപ്പെടാത്തത് അത് വീടല്ല, മിലിറ്ററി ക്യാമ്പാണ്. നിങ്ങൾ മിലിറ്ററി ക്യാമ്പ് നയിക്കുന്ന മിലിറ്ററി കമാൻഡർ ആകുന്നതിന് പകരം അപ്പനാവുകയും വീടാവുകയും ചെയ്യുമ്പോൾ ഞാൻ അനുസരിക്കാം, ഞാൻ വീട്ടിൽ നല്ല അംഗമായി മാറാം. ഇങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. നോബഡിയായി തരം താഴ്ത്തപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ സംബടിയാകാൻ കൊതിക്കും, എവരിബഡി ആകാൻ കൊതിക്കും. അത് തെറ്റൊന്നുമല്ലല്ലോ. നോബഡീസ് ചൈൽഡ് എന്നൊരു സിനിമയുണ്ട്, ഈ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സിനിമയാണ്. മറ്റൊരു സിനിമയുടെ പേര് എവരിബഡീസ് ചൈൽഡ് എന്നാണ്. എല്ലാവർക്കും എല്ലാമായി മാറുന്ന കുഞ്ഞുങ്ങൾ, അവർ സ്വപ്നതുല്യമായ സന്തോഷത്തോടുകൂടി വളരുകയാണ്. അപ്പം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നോബഡീസ് ചൈൽഡായിട്ടാണ് വളരുന്നതെങ്കിൽ, നോബഡിയാണ് സ്വയം എന്നുള്ള ചിന്തയിൽ പിന്നെ മറ്റുള്ളവരോടൊക്കെ സ്നേഹമില്ലാതെ വളരും. എവരിബഡീസ് ചൈൽഡായിട്ട് വളരുന്നൊരു കുഞ്ഞ്, എല്ലാവരുടെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകും. അത് സാധാരണ തത്വമാണ്. ഇനി ഓർത്തേക്കുക, ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ഫോർമേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് കുഞ്ഞിനെ ഒന്നുമല്ലാത്ത വിധത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് കോൺഫിഡൻസ് ഇല്ലാതെ തന്നെ വളരും. എനിക്കൊരു ഉദാഹരണം അറിയാം. ഒരു പെൺകുട്ടി നന്നായിട്ട് പാടും, ആരും കേൾക്കുന്നില്ലെങ്കിൽ അവൾ നന്നായിട്ട് പാടും. നന്നായിട്ട് വരക്കും, ആരും കാണാനില്ലെങ്കിൽ അവൾ നന്നായിട്ട് വരക്കും. നല്ല സുന്ദരിയാണ്, പക്ഷെ ഒരാളുടെ മുന്നിലേക്ക് വരില്ല. എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടോ അവളുടെ അമ്മയ്ക്ക് ആൺകുഞ്ഞുങ്ങളെ മതി എന്നുള്ള ശാഠ്യമാണ്. ഇവൾ 4ാമത്തെ കുഞ്ഞാണ്. 3 കുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളാകാൻ പ്രാർത്ഥിച്ചിട്ട് പെൺകുഞ്ഞുങ്ങളായവരാണ്. അതെന്തുകൊണ്ടാണ് അമ്മ ചിന്തിച്ചു എനിക്കറിഞ്ഞുകൂടാ. അതിൽ 4ാമത്തെ പ്രാവശ്യവും ആൺകുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കവേ പെൺകുഞ്ഞ്. കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ഇവർ അലറിക്കരഞ്ഞു പറഞ്ഞത്രേ, ദൈവമേ ചതിച്ചല്ലോ. അന്ന് അമ്മ മകളെ ചതിച്ചു. അവളുടെ കോൺഫിഡൻസ് എടുത്തു കളഞ്ഞു, അവളുടെ സന്തോഷം എടുത്തു കളഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ ആളുകളുടെ മുന്നിലേക്ക് വരാത്ത ഒരാളാണ് ആ കുഞ്ഞ്. ഇപ്പോഴും കല്യാണം കഴിക്കാതെ നോബഡിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ജീവിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയുക. ഒരാളെ നോബഡിയാക്കുന്ന മറ്റൊരു ഘടകമാണ് അനാദരവ്. അതായത് ഒന്നുമല്ലാതെ ആക്കി ഒരാളെ മാറ്റുകയാണ്. മൊബൈൽ ഫോണ് പെട്ടെന്ന് അടിക്കാൻ തുടങ്ങിയപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന അമ്മ ഒരാവശ്യമില്ല ഓടി വന്ന് വെപ്രാളപ്പെട്ട് അതെടുത്തപ്പോൾ താഴെ വീണ് പൊട്ടിച്ചെതറി. മകനും കൂട്ടുകാരനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഫോണായിരുന്നു അത്. അവൻ ചാടി എഴുന്നേറ്റു, പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അമ്മയുടെ തോളി പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ നല്ല കാര്യം, ഒട്ട ഫോൺ അത് ഞാൻ ഒഴിവാക്കാൻ കാത്തിരിക്കുകയായിരുന്നു, അമ്മയായിട്ട് തന്നെ അത് ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ, നല്ല കാര്യം. കൂട്ടുകാരൻ അമ്പരന്നു. അമ്മ സന്തോഷത്തോടെ ആശ്വാസത്തോടെ കിച്ചണിലേക്ക് പോയി. അവൾ കൂട്ടുകാരൻ അമ്പരപ്പോടു കൂടി ചോദിച്ചു, എടാ കഴിഞ്ഞ ദിവസം വാങ്ങിയ ലേറ്റസ്റ്റ് മോഡൽ ഫോണല്ലേ അത്, അതിനാണ് പൊട്ട ഫോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ശരിയാണ് ലേറ്റസ്റ്റ് മോഡലാണ്, പക്ഷെ പണം കിട്ടുമ്പോൾ വേറെ വാങ്ങാൻ പറ്റും. പക്ഷെ നിൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ അമ്മയെ ഞാൻ ഇൻസൾട്ട് ചെയ്താൽ, അനാദരവ് കാട്ടിയാൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം മാറ്റാൻ എത്ര പണം ചിലവാക്കേണ്ടി വരും? എത്ര പണം ചിലവാക്കിയാലും അവർക്ക് നഷ്ടപ്പെട്ട മാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് എൻ്റെ അമ്മയുടെ മാനമാണ് എനിക്ക് ആ ഫോണിനേക്കാൾ വിലപിടിപ്പുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്ന മക്കളാണ് ഒരാളെ നോബഡിയാക്കാതെ സംബഡിയാക്കി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. അവരിലൂടെയാണ് ഒരാൾ സന്തോഷം അനുഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആരെയും നോബഡിയാക്കാതിരിക്കുക. ഇനി അടുത്തത്, നിങ്ങളാരെങ്കിലൊക്കെ തീർത്തും ഒറ്റപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്പുരാനിൽ കൃപ കണ്ടെത്തുക. ആദ്യം എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം സാധ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. 1000 എനിക്കെതിരെ കൂടാരമടിച്ചാലും ഞാൻ വീഴുകയില്ല, ആത്മധൈര്യം കൈവിടുകയില്ല. കർത്താവ് എന്നെ ഉയർന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തും, എൻ്റെ കാല് വഴുതാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. അവിടെ നിന്ന് എൻ്റെ വലതുവശത്തുള്ളതെല്ലാം ഞാൻ തെല്ലും കുലുങ്ങുകയില്ല. അവിടെ നിന്ന് എൻ്റെ രക്ഷാ കവചമാണ്, അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ധൈര്യമേകുന്നു. ഇതൊക്കെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയൊക്കെ സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ സന്തോഷം കണ്ടെത്തും. അടുത്തത്, എല്ലാവരും നിങ്ങളെ നോബഡി 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 എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യുക, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ എന്തൊക്കെയാണ്.
കർത്താവിന് എന്നെക്കുറിച്ച് വ്യക്തമായ പ്ലാനുണ്ട്. പ്രീമോ ലെവിയുടെ ഈസ് ദിസ് മാൻ എന്ന പുസ്തകമുണ്ട്. ഇതാണോ മനുഷ്യൻ എന്ന പുസ്തകത്തിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ കുറിച്ച് വച്ചിട്ടുണ്ട്. അതിലൊരു രംഗം ഇങ്ങനെയാണ്. വല്ലാതെ മനസ്സും മടുത്ത് തീർത്തും ബിഗ് സീറോ ആയി മാറിപ്പോയെന്നുള്ള ചിന്തയിൽ പ്രീമോ ലെവി അവശനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അദ്ദേഹത്തെ തേടി ഒരു മനുഷ്യൻ വന്നു. വളരെ ശാന്തതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്ന എപ്പോഴും സൗമ്യഭാവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു ഉപദേശമുണ്ട്. ഇത് മനുഷ്യരെ മൃഗങ്ങളാക്കി മാറ്റുന്ന ബൃഹത്തായ ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിൽ നമ്മൾ മൃഗങ്ങളാക്കും, ഐഡൻറ്റിറ്റി ഇല്ലാത്തവരാക്കും, പേരില്ലാത്തവർ, ഊരില്ലാത്തവർ, നാടില്ലാത്തവരാക്കി മാറ്റും. അങ്ങനെ നമ്മളെ വട്ടപൂജ്യങ്ങളാക്കി മാറ്റും. അതോട് നമ്മളില്ലാതാവും. അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ അവരുടെ ആ പ്രക്രിയയ്ക്ക് യെസ് പറയാതിരിക്കുക. അതായത് ഉള്ള ശക്തി ആർജിച്ചെടുത്ത് കരുത്തോടെ ജീവിക്കുക. നിങ്ങൾ വൃത്തിയോടുകൂടി നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഈ അന്തരീക്ഷത്തിൽ, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പറ്റാവുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും വൃത്തിയോടുകൂടി സൂക്ഷിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ആരും നിങ്ങളെ ഡിഫീറ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കില്ലെന്ന്. അതാണ് കരുത്തെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം, ആന്തരിക സ്വാതന്ത്ര്യം, അത് ആർക്കും എടുത്തു കളയാൻ പറ്റില്ല. ആ ആന്തരിക സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടത്. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു പോകാം, അപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതം നിശ്ചയിക്കാൻ സാധിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ഡ്രമാറ്റിക്കായിട്ട് മാറുന്നുണ്ട്. ഇനി നിങ്ങൾക്കറിയാം ഒറ്റപ്പെടുന്നതിൻ്റെ വേദന, സീറോയായി മാറുന്നതിൻ്റെ വേദന നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുക. മാക്സിമിലിയൻ കോൾബെ എന്നും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മളുടെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള മോമെൻറ്റിലാണ് ഗ്രേറ്റസ്റ്റായ, ബ്രൈറ്റസ്റ്റായ നമ്മുടെ ഉൾലോകം, പുറം ലോകം അറിയുന്നത്. അപ്പോൾ നമ്മുടെ അകത്തെ ലോകം ആളുകൾ കാണുന്നത് നമ്മുടെ ഡാർക്കസ്റ്റ് അവറുകളിലാണ്. അപ്പോൾ മാക്സിമിലിയൻ കോൾബെ എന്താ ചെയ്തത്? ഒരാൾ ഗ്യാസ് ചേമ്പറിലേക്ക് തള്ളിയിടപ്പെടുമ്പോൾ അയാൾക്ക് പകരം ഞാൻ പോകാമെന്ന് പറയുകയാണ്. അത് അയാൾ കരഞ്ഞു പറയുകയാണ്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. ഇദ്ദേഹം എന്താ പറയുക? ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്, കാത്തിരിക്കാൻ ഭാര്യയില്ല, മക്കളില്ല, ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വാരത്തിലേക്ക് മെല്ലെ നടന്നു പോവുകയാണ്. അതായത് നോബഡി ആക്കപ്പെടേണ്ട ഒരാൾക്ക് പകരമായിട്ട് അയാളുടെ ദുഃഖം മുഴുവൻ ഏറ്റുവാങ്ങുകയാണ്. ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് എന്തെല്ലാമായിരുന്നു? 2 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന മനുഷ്യൻ, ഒരേ സമയം സാഹിത്യകാരനും സ്പോർട്സുകാരനും എഴുത്തുകാരനും പത്രക്കാരനും സംഘാടകനും പ്രസംഗകനും ഒക്കെ ആയിരുന്നൊരു മനുഷ്യൻ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ തൻ്റെ എല്ലാം വിട്ടെറിഞ്ഞുപേക്ഷിച്ച് മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാവുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുക, അവസാന സമയങ്ങളിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആവേ മരിയ പാട്ട് ആനന്ദത്തോടെ പാടിയിട്ട് അദ്ദേഹം മരിച്ചു. ഇതൊക്കെയാണ് ഹീറോയിസം എന്ന് പറയുന്നത്. അതായത് സ്വയം പൂജ്യരാകാൻ വേണ്ടി മറ്റുള്ളവരെ വട്ടപൂജ്യമാക്കി മാറ്റുന്ന മനുഷ്യരുടെ ഇടയിൽ മറ്റുള്ളവർക്ക് സംപൂജ്യത നൽകാൻ, പൂജ്യമായി തീരാൻ ഒരാൾ തയ്യാറാവുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധനായി ഒരാൾ മാറുന്നത് അങ്ങനെയൊക്കെയല്ലേ? ഈ ഒരു വഴിയൊക്കെ നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാവുന്നതാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവരെ വട്ടപൂജ്യമാക്കിക്കൊണ്ട് സംപൂജ്യത നേടുവാൻ കൊതിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ മറ്റുള്ളവർക്ക് സംപൂജ്യത നൽകാൻ, പൂജ്യമാകാൻ തീരുമാനമെടുത്ത ഒരു മനുഷ്യൻ. ഇവരെയൊക്കെയാണ് അക്ഷരാർത്ഥത്തിൽ വിശുദ്ധരെന്ന് വിളിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പറ്റുമെങ്കിൽ മറ്റൊരാൾക്ക് അല്പം വലിപ്പം കൊടുക്കാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ ഹീറോയിസം കാണിക്കേണ്ടത്
മറ്റൊരാളെ സീറോ ആക്കിക്കൊണ്ടല്ല. നിങ്ങൾ വലുതാണെന്ന് വിളിച്ചു പറയേണ്ടത് മറ്റൊരാളെ ചെറുതാക്കിക്കൊണ്ടല്ല. മറ്റൊരാളെ ചെറുതാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെറുതാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയേക്കാൾ ചെറുതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ തന്നെയാണ് എന്ന കാര്യം ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം കരുണയോടുകൂടി ഏവർക്കും വലിപ്പം കൊടുക്കുന്നത് പോലെ ചുറ്റുമുള്ളവർക്ക് അല്പം വലിപ്പം കൊടുക്കുക. എമേഴ്സൺ ഇങ്ങനെ എഴുതി, എ ഗ്രേറ്റ് പേഴ്സൺ ഷോസ് ഹിസ് ഗ്രേറ്റ്നെസ് ബൈ ദ വേ ഹി ഡീൽസ് വിത്ത് ലിറ്റിൽ മെൻ. വലിയൊരാൾ അയാളുടെ വലിപ്പം പ്രകടമാക്കുന്നത് ചെറിയ ആളുകൾക്ക് വലിപ്പം കൊടുത്തുകൊണ്ടാണ്. ചുറ്റുമുള്ള എല്ലാവർക്കും വലിപ്പം കൊടുക്കുക. ആരായാലും എവിടെയുള്ളവരായാലും വലിപ്പം കൊടുത്തുകൊണ്ട് നിങ്ങൾ വലിയ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുക. നല്ല യാത്ര നേരുന്നു.